ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഡോക്ടർ ദിവ്യാസ് അയ്യരുടെ പല വീഡിയോകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം വിഴിഞ്ഞം ഡയറക്ടറായി ജോലി ചെയ്തിരുന്ന ദിവ്യാസ് അയ്യരുടെ സ്ഥലം മാറ്റവും അതിനോടനുബന്ധിച്ച് ധാരാളം വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ഡോക്ടർ ദിവ്യാസ് അയ്യരുടെ പുതിയ ഒരു വീഡിയോ മാഡത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ അപ്ലോഡ് ചെയ്തതാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. പുതിയ തസ്തികയിലേക്ക് ദിവ്യാസ് അയ്യർ മാറിയ ശേഷം അവരുടെ ഔദ്യോഗികമായ ഒരു വീഡിയോകളോ മറ്റോ സോഷ്യൽ മീഡിയയിൽ കാണാറില്ലായിരുന്നു. ഇതിനു മുമ്പ് വിഴിഞ്ഞം പോർട്ടും അതിനോടനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഇവർ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പുതിയ തസ്തികയിലേക്ക് നിയമിതയായ അവർ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിൽ എന്നിവ സംയുക്തമായി മണ്ണൂത്തിയിൽ സംഘടിപ്പിച്ച സംസ്ഥാന ശില്പശാലയിൽ കേരളത്തിലെ തെരുവുനായ്ക്കളുടെ എണ്ണം സുസ്ഥിരമായി നിയന്ത്രിക്കുക, പേവിഷബാധ പ്രതിരോധിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് നടത്തിയ ശില്പശാലയിൽ പഞ്ചായത്ത് പ്രിൻസിപ്പൽ ഡയറക്ടറായ ഡോക്ടർ ദിവ്യാസ് അയ്യർ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ കുറച്ചു ഭാഗങ്ങളാണ് ഞാൻ ഇതോടൊപ്പം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാഡത്തിന്റെ ഈ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിൽ എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സസ്റ്റൈനബിൾ സ്ട്രേ ഡോഗ് പോപ്പുലേഷൻ മാനേജ്മെന്റ് ആൻഡ് റേബീസ് കൺട്രോൾ ഇൻ കേരള എന്ന ഈ ബൃഹത്തായ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എല്ലാവിധ പിന്തുണയും നേരുകയാണ്. ആദ്യം തന്നെ ഒരു പക്ഷേ നമ്മൾ ഇതുപോലെ ചിരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണോ ഇത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. കാരണം ഓരോ തവണയും നമ്മൾ സ്ട്രേ ഡോഗ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രീറ്റ് ഡോഗ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, തെരുവ് നായ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒക്കെ ശല്യം അല്ലെങ്കിൽ മെനസ് അല്ലെങ്കിൽ അപകടകാരി എന്നൊക്കെയുള്ള ചില ചിത്രങ്ങളാണ്, ചില സങ്കല്പങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ എപ്പോഴും വരിക, സാധാരണ ജനങ്ങളുടെ കൺമുന്നിൽ. എങ്ങനെയാണ് ഒരു പക്ഷേ ഈ നായ്ക്കൾ ഇത്തരത്തിൽ അപകടകാരികളായി മാറുന്നത് അല്ലെങ്കിൽ തെരുവ് നായ്ക്കളായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളിൽ വളരെ ചുരുക്കം ചില പേർ മാത്രമേ ചിന്തിക്കുന്നുണ്ടായിരിക്കുകയുള്ളൂ. ഇന്ന് ഇവിടെ സ്ട്രേ ഡോഗ് മെനസ് എന്നുള്ളത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശില്പശാലയല്ല നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നോട്ടീസിൽ തന്നെ കണ്ടാൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകിയ ഒരു വിഷയവും അതുതന്നെയാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എങ്ങനെയാണ് തെരുവുനായ ശല്യം ഒഴിവാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. മറിച്ച് സസ്റ്റൈനബിൾ സ്ട്രേ ഡോഗ് പോപ്പുലേഷൻ മാനേജ്മെന്റ് ആൻഡ് റേബീസ് കൺട്രോൾ ഇൻ കേരള എന്നാണ് വളരെ സമഗ്രമായ ആ ഒരു തലക്കെട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അവിടെ തൃശ്ശൂരിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയും ഒപ്പം ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനും നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും ഒക്കെ വളരെ സൂക്ഷ്മമായി ഞാനും നിരീക്ഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഒട്ടാകെ നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില പരീക്ഷണങ്ങൾ, സാമൂഹിക പരീക്ഷണങ്ങൾ എന്ന് വേണം അവയെ പറയുവാനായിട്ട്, ഒരു ഗവേഷണശാലയ്ക്കുള്ളിൽ നടത്തുന്ന പരീക്ഷണമല്ല, മറിച്ച് നമ്മുടെ തെരുവുകളിൽ തന്നെ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് എങ്ങനെയാണ് തെരുവ് നായ്ക്കളുടെ ഈ ഒരു പരിപാലനത്തിനായി നമുക്ക് ഒത്തുചേരാനായിട്ട് സാധിക്കുക, അങ്ങനെ യഥാവിധി അവയെ പരിപാലിക്കുന്നത് മൂലം എങ്ങനെയാണ് ഈ ശല്യം അല്ലെങ്കിൽ അപകടം എന്നുള്ളത് ജനങ്ങൾക്കും ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളത് സമഗ്രമായ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനാണ് അവിടെ നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എങ്ങനെയാണ് ആരോഗ്യകരമായ സുരക്ഷിതമായിട്ടുള്ള ജനജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ ഒരു 5 ഘടകങ്ങൾ അല്ലെങ്കിൽ
ആദ്യത്തെ 5 പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മൾ ഏതൊക്കെയാണ് അതിന് പരിഹരിക്കണം എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചാൽ അതിലൊന്ന് തീർച്ചയായിട്ടും തെരുവ് നായ്ക്കളെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ആധുനിക നഗരവൽകൃതമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ജനജീവിതത്തിന് യാതൊരു തരത്തിലുള്ള അരക്ഷിതത്വവും നേരിടാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതിന് ഇന്ന് നിങ്ങൾ അവിടെ നടത്തുന്ന ഈ ഒരു മന്ഥനത്തിലൂടെ ശരിക്കും നമുക്ക് കൂടുതൽ ആശയങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. സർക്കാർ തലത്തിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ ആദരണീയനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുക, സ്ഥായിയായിട്ടുള്ള പരിഹാരം കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നടപടികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും വകുപ്പിന്റെ ഭാഗത്തു നിന്നും നമ്മൾ 4 മേഖലകളിലായിട്ട്, അല്ലെങ്കിൽ 4 പില്ലേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ 4 വെർട്ടിക്കൽസ് ആയിട്ടാണ്, 4 മേഖലകളിലായിട്ടാണ് നമ്മൾ സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇടപെടലുകൾ ഉറപ്പുവരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് പല നായ്ക്കളും തെരുവ് നായ്ക്കളായിട്ട് മാറുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. പലപ്പോഴും നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വളർത്തുന്ന, നമ്മൾ സ്വന്തമാക്കുന്ന നായ്ക്കളെ തന്നെയാണ് തെരുവുകളിലേക്ക് ഒരു കാലം കഴിയുമ്പോൾ ഇറക്കി വിടുന്നത്. അവയ്ക്ക് അസുഖമുണ്ടാകുമ്പോഴോ അവയെ ഇനി നോക്കാൻ സാധിക്കില്ല എന്നുണ്ടാകുമ്പോഴോ ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടാകുമ്പോഴോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് തെരുവ് നായ്ക്കൾ അധികമാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പെറ്റ് ഡോഗ് അബാൻഡൻമെന്റ് എന്നുള്ളതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതിനായിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഏതൊക്കെ വീടുകളിലാണ് വളർത്തു നായ്ക്കൾ ഉള്ളത് എന്നുള്ളത് സശ്രദ്ധം നിരീക്ഷിക്കുകയും അവയ്ക്ക് ലൈസൻസ് എടുക്കുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായി ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യുന്ന കാര്യം. അതിനാവശ്യമായിട്ടുള്ള ചട്ടങ്ങളും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം തന്നെ വകുപ്പിൽ നിന്നും ഉടനടി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകുന്നതായിരിക്കും എന്നുള്ളത് കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പെറ്റ് ഡോഗ് ലൈസൻസും അതുപോലെ തന്നെ ബ്രീഡിംഗ് ലൈസൻസ് റൂൾസും എല്ലാം തന്നെ നമ്മൾ ഉടനടി നൽകുന്നതായിരിക്കും. അപ്പോൾ വളർത്തു നായ്ക്കളുടെ സുരക്ഷിതത്വം, അവയുടെ ആരോഗ്യം, അവയ്ക്ക് ഇമ്മ്യൂണൈസേഷൻ നൽകുന്നു എന്നുള്ളതും, ഒപ്പം ഇവയെ തെരുവിലേക്ക് അനധികൃതമായി അങ്ങ് ഇറക്കി വിടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇവയെ ഉപേക്ഷിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള പെനാൽറ്റി ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കുവാനുള്ള അധികാരവും നിർദ്ദേശവും ഉൾപ്പെടെ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ആദ്യത്തെ പില്ലർ, ആദ്യത്തെ തൂണെന്ന് പറയുന്നത് വളർത്തു നായ്ക്കളുടെ പരിപാലനത്തെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേത് തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. തെരുവ് നായ്ക്കളുടെ പരിപാലനം എന്ന് പറയുമ്പോൾ ഇവയിൽ കൃത്യമായിട്ടുള്ള സംഖ്യ, ഇവയുടെ കണക്കെടുക്കുക എന്നുള്ളത് മുതൽ ആരംഭിച്ച് ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതിൽ ആരംഭിച്ച് തെരുവ് നായ്ക്കൾക്കെല്ലാം തന്നെ വാക്സിനേഷൻ നൽകുക, വന്ധീകരണം നൽകുക എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങളും, ഒപ്പം ഫീഡിംഗ് സോൺ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും, അതായത് നായ്ക്കൾക്ക് ആരൊക്കെയാണ് ഏത് തരം ഭക്ഷണമാണ് നൽകുന്നത്, അങ്ങനെ നൽകുന്ന വ്യക്തികൾക്കുള്ള ഒരു ID കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ഏത് സമയത്താണ് നൽകേണ്ടത്, ഏതിടത്താണ് നൽകേണ്ടത് എന്നിവ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും നമ്മൾ ക്രോഡീകരിച്ച് നൽകുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിലവിലുള്ള തെരുവ് നായ്ക്കളെ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത്, അപകടകാരികളായി മാറാതിരിക്കുവാനായി ഏത് തരത്തിലുള്ള പെരുമാറ്റ രീതികളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് എന്നുള്ളത് കൂടി ഉൾപ്പെടുത്തി സമഗ്രമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളായിരിക്കും ഇതിനുവേണ്ടി നമ്മൾ നൽകുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് തോന്നുന്നു അവിടെ കാവൽ എന്നുള്ള പദ്ധതിയുടെ ഒരു പ്രസക്തിയും വരുന്നത്. തെരുവ് നായ്ക്കൾ പെറ്റുപെരുകുന്ന സമയത്ത് എങ്ങനെയാണ് അത് ആരോഗ്യകരമായും സുരക്ഷിതത്വത്തോടു കൂടിയും ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് അഡോപ്ഷൻ ഉൾപ്പെടെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളത് അവിടുത്തെ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കിക്കൊണ്ട് നമുക്ക് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കാനാകുമോ എന്നുള്ളത് കൂടി നമ്മൾ തീർച്ചയായിട്ടും നോക്കിക്കാണുന്നതായിരിക്കും. അപ്പോൾ 2 പില്ലേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്,
വളർത്തു നായ്ക്കളുടെ പരിപാലനം, 2 തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെക്കുറിച്ച്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും പേവിഷ പ്രതിരോധിക്കാനുമായി സർക്കാരിന്റെ സുസ്ഥിരമായ ഒരു പദ്ധതിയുടെ വിശദീകരണമാണ് കേവാസു കേരള എന്ന തെരുവ് നായ നിയന്ത്രണം. സർക്കാരിന്റെ ഈ പദ്ധതിയും അതിന്റെ വിശദീകരണമാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. ഈ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടിയത് കാരണം തെരുവുനായ സംരക്ഷണത്തിനെ കുറിച്ചുള്ള വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.